ഗൈസ്, അപ്പോൾ വാഴ എന്ന് പറഞ്ഞൊരു മലയാള സിനിമ ഞാൻ പോയി കണ്ടു. സിനിമ റിലീസായിട്ട് കുറച്ച് ദിവസമായി, പക്ഷേ ഞാൻ ഈ ഇടയ്ക്കാണ് തിയേറ്ററിൽ പോയി കണ്ടത്. അപ്പോൾ കാണാൻ വൈകിപ്പോയി. ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗംഭീര പടം. ചിരിച്ച് ചിരിച്ച് വെറുതെ ഊപ്പാടിളക്കി കളയും. പിന്നെ ഇത് കോമഡി പടമാണെന്ന് കരുതിപ്പോയി കാണരുത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫേ ഉള്ളു കോമഡി, സെക്കൻഡ് ഹാഫ് മൊത്തം ഒരു ഇമോഷണൽ സംഭവമാണ്. അത് പക്കയായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഹാഫ് ചിരിപ്പിച്ച് സെക്കൻഡ് ഹാഫും ചിരിപ്പിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ ചിരി മടുക്കുന്നൊരു ടൈം വരും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നല്ലതാണ്. ഒരു ഫസ്റ്റ് ഹാഫ് അങ്ങോട്ട് കോമഡി ആയിട്ട് പോയിട്ട് പെട്ടെന്നൊരു ഇമോഷണൽ ട്രാക്കിലോട്ട് പോകുമ്പോൾ ബാലൻസിങ് അത് കറക്റ്റായിട്ട് സിനിമ ചെയ്തിട്ടുണ്ട്. അതിന് ബിപിൻ ദാസ് എന്ന് പറഞ്ഞ റൈറ്റർ, പിന്നെ ഇതിൻ്റെ സംവിധായകൻ, എഡിറ്റർ, ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ എനിക്ക് അഭിനയിക്കണമെന്ന് തോന്നിയില്ല. കാരണം നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് അവരുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളെല്ലാം പക്കയിട്ട്. പിന്നെ ഇതിൻ്റെ മ്യൂസിക്കിന് പ്രാധാന്യമുണ്ട്. ഇമോഷണൽ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഒരു പാട്ടും അതിൻ്റെ ഒപ്പം പോകുമ്പോഴാണ് അതിൻ്റെ ഒരു ഫീല് വരുന്നത്. പിന്നെ കോമഡി സ്റ്റാർസിലെ ആൾക്കാർ മറ്റേ നോബി എന്നാണ് പേര്. പിന്നെ മറ്റേ ഒരു പുള്ളി കണ്ണൂർ സ്കൂളിലുള്ള പുള്ളി, പിന്നെ കോട്ടയം നസീർ, അവരൊക്കെ എന്ത് ഗംഭീര ആക്ടർമാരാണെന്നുള്ളത് ഈ സിനിമ ഒന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് ആൾക്കാർ, കറക്റ്റ് കാസ്റ്റിംഗ് എന്ന് പറയാം. കറക്റ്റ് കാസ്റ്റാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റേ ഗുരുവായൂർ അമ്പലനടയിൽ ചെയ്തൊരു മറ്റേ അനശ്വരയുടെ മറ്റേ ഒരു പുറകെ കിടക്കണ ഒരാളായിട്ട് തന്നെ ഒരു ആളില്ല, അവൻ ഇതിനകത്ത് അതിനകത്ത് അവൻ ഇത്തിരി ഓവറായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഓവർ സംഭവമായിട്ട് തോന്നി. പക്ഷെ ഇതിനകത്ത് പക്കയായിരുന്നു ആൾ. ഇതിനകത്ത് ആ ഒരു ചെറുപ്പകാലം ചെയ്യുമ്പോഴും പിന്നെ കോളേജ് കാലം ചെയ്യുമ്പോഴും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം പുള്ളി പക്കയായിരുന്നു. അതിനകത്ത് പുള്ളി മാത്രമല്ല, എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യങ്ങളുണ്ടായിരുന്നു. കിടിലായിരുന്നു. ഇത് ഒറ്റ പ്രാവശ്യം കാണാനുള്ളേ ഉള്ളൂ. ഒറ്റ പ്രാവശ്യം കണ്ട് ചിരിച്ച് സംഭവം രണ്ടാമത് റിപ്പീറ്റ് വാല്യൂ അങ്ങനെ ഞാൻ പറയുന്നില്ല. ഇപ്പോഴത്തെ സിനിമകൾ അങ്ങനെ അത്രേ ഉള്ളൂ. പണ്ടത്തെ ഒരു ടൈപ്പൊന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷെ ഇപ്പം കണ്ട് അത് ചിരിച്ച് കൊടുക്കുന്ന പൈസ മുതലാക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് വാഴ എന്ന് പറഞ്ഞ സിനിമ. ഞാൻ ട്രെയിലർ കണ്ടിട്ട് ഒരു പ്രതീക്ഷയില്ലാതെ പോയി കണ്ട സിനിമയാണ്. പക്ഷേ അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഓക്കെ.